അങ്ങനെയാണ് അനുപ്രിയ, നമ്മൾ അനുമോള് ശരിക്കും അവൾ എത്ര പാവാണ്. ഭയങ്കര അവളുടെ കളിയും ചിരിയൊക്കെ അല്ലേ നമ്മൾ സ്റ്റാർ മാജിക്കിലൂടെ കണ്ടുകൊണ്ടിരുന്നതെല്ലാം. അതൊക്കെ സാറിന്റെ വെറും തോന്നല. കുറച്ചിടയ്ക്ക് കരയുന്നത് കാണും, അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ ദേ ഇവിടെ വന്നിരുന്നപ്പോഴും ശരിക്കും പാവം പിടിച്ച പോലെ തന്നെ ഇരിക്കുകയാണ് അല്ലേ അനു എല്ലാം അവിടെ. പാവങ്ങൾക്കുള്ള ഒരു ഗെയിം അല്ല ബിഗ് ബോസ്. ഒരിക്കലും നല്ലൊരു പ്ലെയർ ഇതുപോലെ പാവം പിടിച്ച ഒരു കുട്ടി ഒരിക്കലും ഒരു ബിഗ് ബോസ് ഷോയില് വിന്നർ ആവത്തില്ല. തോന്നുന്ന അനുമോൾ വിന്നർ ആവില്ല എന്ന് ഇപ്പോഴേ അനുപ്രിയ പറയുകയാണ്. തീർച്ചയായിട്ടും അനുമോളൊന്നും ഒരിക്കലും വിന്നർ ആവാൻ പോകുന്നില്ല. എന്നാല് അനുപ്രിയ നമുക്ക് എഴുതി വെക്കാം, നമ്മളിപ്പോ RD Cafe'ലല്ലേ ഇരിക്കണേ, ചിലപ്പോ അനു ആയിരിക്കാം സീസൺ 7 ബിഗ് ബോസിന്റെ വിന്നർ. പെട്ടെന്ന് തൊട്ടാ വാടുന്ന കുട്ടിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാ. പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കരയുന്ന ഒരു ടൈപ്പാണ്. അല്ല, അങ്ങനെയുള്ളവർക്ക് പറ്റിയ വേദിയല്ലേ ബിഗ് ബോസ്. നോക്കിക്കോ, ഇനിയും ഇപ്പൊ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അനുവിന്റെ വേറൊരു ഫേസ് ഇനിയിപ്പോ നിങ്ങൾ കാണുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കാണാം തീർച്ചയായിട്ടും. വെറുതെ ചിരിപ്പിക്കരുത്. അനു മാറ്റിപ്പിടിച്ചും ഈ കരച്ചിൽ അത് അവളുടെ ഒരു സെൻസിറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് അങ്ങനെ പോണു. കുറച്ചു ദിവസം കഴിയുമ്പോൾ കണ്ടോളൂ അനു മാറ്റി കളിക്കുന്നത് കാണാം. നിനക്ക് തലയ്ക്കല്ല അസുഖട്ടോ? അങ്ങനെയാണെങ്കിൽ അഭിലാഷ് ഇല്ലേ, ഫസ്റ്റ് ഡേ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലല്ലേ അഭിലാഷ് അവിടെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുറിന്ന് നീ പുറത്തു പോണോ അതോ ഞാൻ പുറത്തു പോണോ? അഭിലാഷ് കുറെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കോണ്ടന്റ് ആവുന്നില്ല. ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ പോലെ. ഒരു കോൺഫ്ലിക്ട് നടക്കുമ്പോൾ അഭിലാഷ് അവിടെ ഒരു സൈഡിൽ കൂടെ വരും, എന്നിട്ട് കുറെ ബഹളം വെക്കും, എന്നിട്ട് വേറൊരു സൈഡിൽ കൂടെ അങ്ങ് പോകും. നിങ്ങൾ മരണമാസല്ല കൊല്ലമാസം.